ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം തമ്മിലുള്ള കുറച്ച് ഡിഫറൻസസ് എന്തൊക്കെയാണ്? ടൈപ്പ് 1 ഞാൻ പറഞ്ഞ പോലെ വളരെ ഏർലി ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പിലാണ് സാധാരണ ഉണ്ടാവുക. ആ ഒരു 15 ഇയേഴ്സിൻ്റെ ഉള്ളിലൊക്കെ തന്നെ ഉണ്ടാവും. അവർക്കാണ് ടൈപ്പ് 1. അവർക്ക് നമ്മൾ ലൈഫ് ടൈം ഇൻസുലിൻ തന്നെ കൊടുക്കണം. വേറെ ഓറൽ മെഡിക്കേഷൻസ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ യൂഷ്വലി അവരുടെ അപ്പിയറൻസിലും ഒക്കെ കുറച്ച് മെലിഞ്ഞ പ്രകൃതമുള്ള കുട്ടികളായിരിക്കും. അവർക്ക് ഗ്രോത്ത് ഇഷ്യൂസ് ഉണ്ടാവാം വരുമ്പോൾ. അങ്ങനത്തെ കുറേ ഇഷ്യൂസാണ് ടൈപ്പ് 1. ടൈപ്പ് 2വിൽ അങ്ങനെയല്ല. ടൈപ്പ് 2വിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അവർ കൂടുതലും ഒബീസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ആ വെയിറ്റ്, ഓവർ വെയിറ്റ്, അവരുടെ ലൈഫ് സ്റ്റൈല് അങ്ങനത്തെ ഇഷ്യൂസ് കൊണ്ടാണ് അവർക്കത് വരുന്നത്. അപ്പോൾ കൂടുതലും അങ്ങനത്തെയാണ് അതിലത്തെ വരുന്നത്. അപ്പോൾ അവർക്ക് പക്ഷേ നമുക്ക് ഇൻസുലിൻ നിർബന്ധമില്ല. പലപ്പോഴും ടൈപ്പ് 2വിൽ രണ്ടും യൂസ് ചെയ്യുന്നവരുമുണ്ട്. ഇൻസുലിൻ കുറച്ച്, ബാക്കി മെഡിക്കേഷൻസ് യൂസ് ചെയ്യും. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ നമുക്ക് ചിലർക്ക് ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ടാവും, ഇൻസുലിൻ റെസിസ്റ്റൻസും ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് ഇൻസുലിനും കൊടുക്കേണ്ടി വരും, കുറച്ച് ഡ്രഗ്സും യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻസുലിൻ സെൻസിറ്റൈസേഴ്സ് പോലത്തെ ഡ്രഗ്സ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവർക്ക് ഇൻസുലിൻ ഇല്ലാതെയും മെഡിക്കേഷൻ കൊണ്ട് തന്നെ കൺട്രോളിൽ നിർത്താൻ പറ്റും. മറ്റവർക്ക് അതല്ല, അവർക്ക് ഇൻസുലിൻ നിർബന്ധമായിട്ട് വേണ്ടി വരും. ടൈപ്പ് 1 ഡയബറ്റിക്സ് ഒരിക്കലും റിവേഴ്സിബിൾ ആവില്ല. അതായത് നമ്മൾ മരണം വരെ നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവും. അതെ, ഉണ്ടാവും.